ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമദാൻ 28ൻ്റെ സീരീസാണ് ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ആദ്യം മാഗിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കേബേജ് ഉണ്ട്, ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, ക്യാരറ്റുണ്ട്, പൊട്ടാറ്റോ എല്ലാം ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമുക്ക് മാഗി ഉണ്ടാക്കാം. അപ്പം ട്രാൻസിഷൻ മസാലക്കുള്ള ഉള്ളി മുറിക്കുകയാണ്. ഉള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റിയൊക്കെയാണ്. മസാലയ്ക്ക് വേണ്ട ക്യാരറ്റ് മുറിച്ചെടുക്കുകയാണ്. വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉണ്ട്, കാബേജ് ഉണ്ട്, ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക് ഇവിടെ ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതാക്കാം. ഈ മേഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബുൾടെക്കിൻ്റെ കാർബോണൈറ്റാണ്. ഞാൻ ഉള്ളിൽ കഴിച്ച. അപ്പം ഇതിൽ മസാല എന്തെങ്കിലും ഉണ്ട് നോക്കാം. അപ്പം ഇത് മസാലയാണ്. പിന്നെ വേറെ സാധനമായിട്ട് ഉണ്ടാകും. ഇതിൽ ചുവന്ന ക്രീമാണ് ഉണ്ടത്, സോസ് പോലത്തത്. ഇത് നമുക്ക് തിളപ്പിക്കാൻ വെക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞളാണ്. പിന്നെ അതിലേക്ക് മാഗി എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കുന്നു. മാഗിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ് ഗൈസ്. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇത് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴണ്ടി വന്നതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കാം. തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി മൂത്ത് വന്ന ശേഷം ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റും മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കേബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ. കളറിന് വേണ്ടിയാണ്. ഇട്ട് കൊടുത്ത പച്ചക്കറി എല്ലാം വാട്ടി വന്നിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇതും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. ഇത് എല്ലാം നന്നായിട്ട് വാട്ടി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കട്ടോ. ശേഷം അടക്കി എടുക്കാം സോസ്. അപ്പം നമുക്ക് കഴിക്കാം. ഇതായിരുന്നു കിട്ടിയത് തന്നെയാണ്. കറുത്ത സോസാണ്. ഞാൻ കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തേക്കാം. അപ്പം നമുക്കിത് ഈ മസാലയാണ് ഇടുന്നത്. മസാല ഇട്ടെടുക്കാം. ഉള്ള ആവശ്യത്തിന് വേണ്ടത് ഇട്ടെടുക്കാം. മസാല പൊടി ഇട്ടെടുക്കട്ടോ. അപ്പം അവിടെ ടേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പം ഇത് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്തെടുക്കട്ടോ. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മുട്ട ഒഴിച്ച് കൊടുക്കട്ടോ. ഇതാണ് ചീനി കേട്ടോ. ഇത് കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയിലേക്ക് നമ്മളെ വേവിച്ച് വെച്ച മാഗി ഇട്ട് കൊടുക്കാം. മാഗി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മസാല എല്ലാം യോജിച്ച് കൊടുക്കാം കേട്ടോ മാഗിയിലേക്ക്. ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് മല്ലിച്ചപ്പെല്ലാം ഇട്ട് ഡെക്കറേഷൻ ചെയ്യാണ്. ലാസ്റ്റത്തെ ഫൈനൽ ലുക്കാണ്. ഇനി എന്തെങ്കിലും മൂളലോ കുറച്ചല്ലോ ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് ഇത് നമ്മൾ മുറിച്ച് വെച്ച കേങ്ങാണ്. കടലപ്പൊടിയുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകം ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഗൈസ്. കുഴച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തൊരു ഊറ്റാൻ വെച്ചിട്ടുണ്ട്. കഴുകി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം ഗൈസ്. ഗൈസ് ഇട്ടോളൂ. ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് എണ്ണയിൽ നിന്നും കോരി
അരപ്പ പാത്രത്തിൽ മാറ്റുകയാണ് നമ്മൾ അപ്പം. നോമ്പ് ഓർക്കാൻ സമയമായപ്പോൾ എല്ലാം മേശയിലേക്ക് നിരത്തി വെച്ച് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാം ധൃതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പെല്ലാം തുറന്നു. അപ്പോൾ അപ്പം അത് വസിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ നൂഡിൽസ് മാഗി കഴിച്ചു, അതും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.